ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് ചാർജുകളെ പറ്റിയാണ്. പലതരത്തിലുള്ള ചാർജുകൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുമായി അസോസിയേറ്റ് ചെയ്ത് നിലവിലുണ്ട്. പക്ഷേ പലർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ചാർജ് ഈടാക്കപ്പെടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർജുകളെക്കുറിച്ചും എങ്ങനെയാണ് അവ ഈടാക്കപ്പെടുന്നതെന്നും എങ്ങനെ അവ ഒഴിവാക്കാമെന്നും വിശദമായി നോക്കാൻ പോവുകയാണ്. This is Shayas Rafia Moideen. You are watching Groww Malayalam. Please subscribe and please press the bell icon for more interesting videos. നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. രണ്ട് തരത്തിലുള്ള ചാർജുകളാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. വൺ ടൈം ചാർജുകളും റെക്കറിംഗ് ചാർജുകളും. ആദ്യം വൺ ടൈം ചാർജസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചാർജ് ഒരൊറ്റ തവണയാണ് കസ്റ്റമറിൽ നിന്നും ഈടാക്കുന്നത്. ഒരു ആക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ പ്രാവശ്യം മാത്രം ഇത് കൊടുത്താൽ മതി. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ സാധാരണയായി കമ്മീഷൻ എന്ന നിലയ്ക്ക് ഒരു ചാർജ് ഈടാക്കാറുണ്ട്. ഒരു ഫണ്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴും ഈ ചാർജിനെ ലോഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അയാൾ ഒരു എൻട്രി ലോഡ് പേ ചെയ്യേണ്ടി വരുന്നു. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള വൺ ടൈം ചാർജ് ആണിത്. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഈ എൻട്രി ലോഡ് ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കുമുള്ള എൻട്രി ലോഡ് ബാൻ ചെയ്തിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. ഇപ്പോഴും ഇന്ത്യയിൽ നിലവിലുള്ള മറ്റൊരു ടൈപ്പ് ലോഡുണ്ട്, അതാണ് എക്സിറ്റ് ലോഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചാർജ് ഈടാക്കപ്പെടുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒരാൾ എക്സിറ്റ് ചെയ്യുമ്പോൾ, പുറത്ത് കടക്കുമ്പോഴാണ്. പക്ഷെ പേടിക്കേണ്ട, മ്യൂച്വൽ ഫണ്ട് റിഡംഷൻ നിങ്ങൾ എപ്പോൾ നടത്തുമ്പോഴും ഇത് കൊടുക്കണം എന്നില്ല. എക്സിറ്റ് ലോഡിന് ഒരു ലിമിറ്റഡ് ടൈം വാലിഡിറ്റിയാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഇത് 1 വർഷമാണ്. ഈ വാലിഡിറ്റി പീരീഡിനേക്കാൾ കുറഞ്ഞ ഹോൾഡിംഗ് പീരീഡുമായി നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിഡീം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ എക്സിറ്റ് ലോഡ് പേ ചെയ്യേണ്ടത്. 0.25%-നും 4%-നും ഇടയിലാണ് എക്സിറ്റ് ലോഡ് വരുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ചേണിംഗ് എന്നാണ്. ഇത് ഒഴിവാക്കുന്നതിനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റേഴ്സ് ദീർഘകാലം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നിലനിൽക്കാനും വേണ്ടിയുമാണ് ഈ ചാർജ് ഈടാക്കുന്നത്. ഇനി നമുക്ക് റെക്കറിംഗ് ഫീസിനെ കുറിച്ച് പറയാം. ഇത് ചാർജ് ചെയ്യപ്പെടുന്നത് പീരിയോഡിക്കലായിട്ടാണ്. പോർട്ട്ഫോളിയോ മെയിൻറ്റെയിനിങ്, അഡ്വൈസിങ്, മാർക്കറ്റിംഗ്, മറ്റു ചിലവുകൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ ഫീസ് ചാർജ് ചെയ്യപ്പെടുന്നത്. റെക്കറിംഗ് ഫീസ് 3 തരത്തിലുണ്ട്. നമ്പർ 1 മാനേജ്മെൻറ്റ് ഫീ. ഫണ്ട് മാനേജറുടെ സർവീസുകൾക്കുള്ള ചാർജ് ആയിട്ടാണ് ഈ ഫീ ഈടാക്കുന്നത്. നമ്പർ 2 അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. രജിസ്ട്രാർ ഫീസ്, കസ്റ്റോഡിയൻ ചാർജസ്, ലീഗൽ ആൻഡ് ഓഡിറ്റ്, മാർക്കറ്റിംഗ് തുടങ്ങിയ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായ ചാർജുകൾക്കുള്ളതാണ് ഈ ഫീസ്. നമ്പർ 3 ഡിസ്ട്രിബ്യൂഷൻ ഫീസ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള കമ്മീഷനും AMCക്കുമുള്ള ഫീയാണിത്. ഇതിലെ മാനേജ്മെൻറ്റ് ഫീസും അഡ്മിൻ ഫീസും ചേർന്നാണ് ഒരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് പ്ലാനിലുള്ള TER ഫോം ചെയ്യുന്നത്. ഒരു റെഗുലർ പ്ലാനിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫീസ് കൂടെ ആഡ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ റെഗുലർ ആൻഡ് ഡയറക്റ്റ് പ്ലാൻസ് തമ്മിലുള്ള റിട്ടേൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. ഇത് അറൗണ്ട് 70-80 ബേസിസ് പോയിൻറ്റ്സ് വരും. എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമിനും ഒരു ക്ലിയർലി ഡിഫൈൻഡ് TER ഉണ്ട്. ഈ TERന് ഒരു മാക്സിമം സീലിംഗ് ലെവൽ ഉണ്ടാകും. ഇത് ഡിഫൈൻ ചെയ്യുന്നത് റെഗുലേറ്ററാണ്. സെയിം കാറ്റഗറിയിലുള്ള ഫണ്ടുകളുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി പരിശോധിക്കുന്നതിനുള്ള ഒരു നല്ല മെട്രിക് കൂടിയാണ് TER. ഓരോ ഫണ്ടിൻ്റെയും NAV എപ്പോഴും കണക്കാക്കുന്നത് TERന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ സെയിം ലെവൽ NAV റിട്ടേൺ ഉള്ള ഫണ്ടുകൾ എടുത്താൽ ഉയർന്ന TER ഉള്ള ഫണ്ട് കുറഞ്ഞ TER ഉള്ള ഫണ്ടിനേക്കാൾ നന്നായി പെർഫോം ചെയ്യുമെന്ന് വ്യക്തമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് അനുസരിച്ച് TERന് സ്ട്രിക്റ്റ് ആയ ലിമിറ്റ്സ് ഉണ്ട്. ഇക്വിറ്റി ഫണ്ടുകൾക്കുള്ള TER ലിമിറ്റ് 2.25% ആണ്. ഡെപ്റ്റ് ഫണ്ടുകൾക്ക് 2%. ടോപ്പ് 30 സിറ്റീസിനുള്ള ലിമിറ്റുകൾ ഇങ്ങനെയാണ്.
ബിയോണ്ട് ദ ടോപ്പ് 30 cities ഓർ B30 സിറ്റീസിനുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് TER 30 ബേസിസ് പോയിന്റ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഫണ്ട്സിന് 2.55% എന്ന ലിമിറ്റിലേക്കും ഡെപ്റ്റ് ഫണ്ടിന് 2.3% എന്ന ലിമിറ്റിലേക്കും കൊണ്ടുവരാം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റീജിയനുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഹയർ പ്രൊമോഷൻ എക്സ്പെൻസുകളും മറ്റ് ചിലവുകളും AMCക്ക് വരുന്നത് കൊണ്ടാണ്. ഈ വൺ ടൈം ചാർജുകൾക്കും റെക്കറിംഗ് ചാർജുകൾക്കും പുറമെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിഡംഷൻ ട്രാൻസാക്ഷനുകൾക്ക് ഉള്ള ട്രാൻസാക്ഷൻ ചാർജസും ഉണ്ട്. പിന്നെ ഈ ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുമ്പോൾ വരുന്ന ടാക്സുകളും. ഇതും കൂടാതെ ഈ ട്രാൻസാക്ഷനുകൾക്ക് അഡീഷണൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും പേ ചെയ്യേണ്ടി വരുന്നുണ്ട് നമുക്ക്. ഇവയൊക്കെ ഏത് മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഒഴിവാക്കാനാകാത്ത എക്സ്പെൻസസ് ആണ്. സീസൺഡ് ആയ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റിസ്കുകളിലും റിട്ടേൺ പ്രൊഫൈലുകളിലും മാത്രം ശ്രദ്ധ കൊടുത്താൽ പോരാ, അതിൻ്റെ കൂടെ തന്നെ ഫണ്ടിൻ്റെ എക്സ്പെൻസ് സ്ട്രക്ചറും നന്നായി നോക്കണം. കൂടെ ലോക്ക് ഇൻ പീരിയഡുകളോ എക്സിറ്റ് ലോഡുകളോ ഒക്കെ ഉണ്ടോ എന്നും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒഴിവാക്കാവുന്ന എക്സ്പെൻസുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നു. അതിനോടൊപ്പം തന്നെ ഫണ്ടിൻ്റെ ഓവറോൾ കോസ്റ്റ് എഫിഷ്യൻസിയും ഇൻറ്റേർണൽ മാനേജ്മെൻറ്റും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെൻസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ബൈ ഓർ സെൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഈ നോളേജ് നമുക്ക് അഡ്വാൻറ്റേജ് ആകുന്ന തരത്തിൽ ഇനി ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഗ്രോയ്ക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ഇൻട്രസ്റ്റിംഗ് ബ്ലോഗ്സ്, ന്യൂസസ് എല്ലാം ഉണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.